നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. നോക്കൂ, ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക്ക് രേണു സുധീനെയാണ് കേട്ടോ. ഞാൻ ഇന്നത്തെ വീഡിയോ വിഷയം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ഒരുപാട് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഈ ഒരു വിഷയം ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. പ്ലസ് ഒന്ന് രണ്ട് കാര്യങ്ങൾ അഡീഷണലായിട്ട് ഇതുവരെ ആരും അതിനെക്കുറിച്ച് സംസാരിച്ച് കണ്ടില്ല. അങ്ങനത്തെ കുറച്ച് കാര്യം കൂടി സംസാരിക്കാനുണ്ട്. നോക്കൂ, ഓരോ വ്യക്തിക്കും, ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ഏകദേശം 3 ലക്ഷം പേര് ആ വീഡിയോ കണ്ടു. എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, എനിക്കൊരു ഷെല്ലുണ്ടായിരുന്നു. നമ്മൾ ഓരോ വ്യക്തികൾക്കും ഓരോ ബൗണ്ടറി നമ്മൾ സ്വയം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ആ ഒരു ബൗണ്ടറിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ, അല്ലേ? അതുപോലെ എനിക്കൊരു സ്വയം ബൗണ്ടറി ഉണ്ടായിരുന്നു. എനിക്ക് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാൻ. ഇനിയിപ്പോൾ അയാൾക്ക് എന്ത് തോന്നും, ഞാൻ സംസാരിക്കുന്ന വ്യക്തിക്ക്, അപ്പുറത്തിരുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്ത് തോന്നിപ്പോവും എന്നുള്ള ഒരു ബ്ലോക്ക് എനിക്കുണ്ടായിരുന്നു. ഇന്നലത്തെ ആ ഒരൊറ്റ വീഡിയോയോട് കൂടി, എന്നോട് പല ആൾക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലത്തെ ആ വീഡിയോയോട് കൂടി ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു ബ്ലോക്ക് എടുത്ത് കളഞ്ഞു. ആ ഒറ്റ വീഡിയോ ഇന്നലെ ഏകദേശം 4000 പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്, ഏകദേശം 3 ലക്ഷം വ്യൂവേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ ദ കമൻറ്റ്സ്. എനിക്ക് മറുപടി തരാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഞാൻ ഡെഫിനറ്റ്ലി മറുപടി തരും. കാരണം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നു എന്നുള്ള ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടു. ബിഗ് താങ്ക്സ് ടു എവരി വൺ. ഇനി വീഡിയോയിലേക്ക് കിടക്കാം. രേണു സുധി തന്നെയാണ് ടോപ്പിക് ഉള്ളത്. തംബ്നെയിലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, വീട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. നോക്കൂ, ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞിരുന്നു. എൻ്റെ ഒരു സംശയമാണ് പറഞ്ഞത്. പ്ലസ് എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് കിച്ചു മനഃപൂർവ്വമാണോ ഈ രേണു സുധിയുടെ വീട്ടിൽ പോയത്, ആ ചില കാര്യങ്ങൾ എടുത്തുന്നുള്ളത് എൻ്റെ വീഡിയോ ഉണ്ട്. പക്ഷെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ആ കുട്ടി അങ്ങനെ പറയരുത്, നമുക്ക് പറയാൻ ഒരു ആഗ്രഹമില്ല, അവൻ അങ്ങനെ പോയതായിരിക്കരുതേ എന്നാണ് എൻ്റെയും ഒരു ആഗ്രഹം. കാരണം ഒരു കുടുംബം തകരുക, അവർ തമ്മിൽ വിള്ളലുണ്ടായിരിക്കുക, ആ വ്യക്തി മരിച്ചുപോയി, ബാക്കിയിരിക്കുന്ന ആൾക്കാർ തമ്മിൽ സ്പ്ലിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ ഒരു കാര്യവും നമുക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റെ വീഡിയോസിൽ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ രേണുവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ്. ഐ വാസ് ട്രൈങ് എവറി ടൈം ടു സപ്പോർട്ട് ഹെർ. നിങ്ങൾ ഒരുപാട് പേര് എന്നെ അതിന് പേരിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ശ്രമിച്ചത് എന്താ അറിയോ, എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം, ഒരാൾ 100 കാര്യത്തിൽ 99 നെഗറ്റീവ് ഉണ്ടെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം ഉണ്ടെങ്കിൽ ഞാനത് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന ആളാണ്. പക്ഷെ ഞാൻ പോലും മാറുന്ന സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടുള്ളത്. നോക്കൂ, ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോ, ഞാൻ ആദ്യം ജസ്റ്റ് ചെറിയൊരു പോർഷൻ ഇന്നലെ ഞാൻ തുടക്കം പറഞ്ഞത്, ദയവ് ചെയ്ത് വീഡിയോ ചിലപ്പോൾ ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ കാണുക. കാരണം ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾ എനിക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണണം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. നോക്കൂ, ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ചെറിയൊരു പോർഷൻ ആദ്യം പ്ലേ ചെയ്യട്ടെ, ചെറിയൊരു പോർഷൻ മാത്രം. കിച്ചു മനഃപൂർവ്വമാണ് അവിടെ ചെന്നത് എന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ആ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ കോട്ടയത്താണ്. കിച്ചുവിന് ആ വീട്ടിൽ സ്ഥാനമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കുമാണ്. മാത്രമല്ല, അവൾ അപ്പുറത്തെ റൂമിലേക്ക് പോകുന്ന സമയത്ത് ആ കട്ടുമിൽ ഒരുത്തൻ കിടക്കുന്നുണ്ട്. ഒരു മരിച്ചുപോയ കൊല്ലം സുധിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ആരോ വെച്ചു കൊടുത്തിട്ടുള്ള വീടാണ്. ആ വീട്ടിൽ അതിലൊരു മൂത്ത മകൻ ആ വീടിൻ്റെ അവകാശി ചെന്ന് കയറുന്ന സമയത്ത് ഒരു ഡോറ് തുറക്കും. കിച്ചുവിൻ്റെ ഭാഗത്തുനിന്ന് എവിടെയോ ഇത് നാട്ടുകാരെ കാണിക്കണം, എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് കാണിക്കണം എന്നുണ്ടോ ഇല്ലെങ്കിൽ, ഇതാണ് ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, കിച്ചു ആ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോ 10 ലക്ഷം പേര് കണ്ടു. 1 മില്യൺ. എത്രത്തോളാണ് കൊല്ലം സുധിയെ എന്നും പറയുന്നില്ല, ഞാൻ രേണു സുധിനെ പറയുന്നില്ല, മരിച്ചു പോയിട്ടുള്ള കലാകാരനായിട്ടുള്ള കൊല്ലം സുധിയുടെ മക്കളെ അവർ നല്ല രീതിയിൽ ജീവിക്കണം. അതായത് അച്ഛനും അമ്മയും, അമ്മ ഉണ്ട് ഒരു കുട്ടിക്ക്, പക്ഷേ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു മകനുണ്ട് കിച്ചു, അല്ലേ? അവനാരുമില്ല, എന്നാലും അവൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇത്രയധികം സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സിയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൊണ്ട് അവൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നതല്ല, കിച്ചു ഈ വീഡിയോ കാണുമെന്നുള്ളത് അറിയില്ല. പക്ഷേ കിച്ചു ഈ വീഡിയോ കാണണം. കാരണം എന്താണെന്നറിയോ, 1 മില്യൺ വ്യൂസ്, 10 ലക്ഷം പേര് കണ്ടു, 43,000 ലൈക്കാണ് ആ വീഡിയോക്ക്. ഞാൻ ഏകദേശം കണ്ടപ്പോൾ കിച്ചുവിൻ്റെ വീഡിയോയ്ക്ക് 3500 കമൻസാണ് ആ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത്. ഈ 3500 കമൻസ് എന്ന് ഞാൻ കാണിച്ചു തരാം. കുറേ എണ്ണം ഉണ്ട്. ഒരു 3 കമൻറ്റ്, അതായത് കിച്ചു മറുപടി പറഞ്ഞാൽ എല്ലാവർക്കും ഇൻഡിവിജ്വലി പോയി റിപ്ലൈ കൊടുക്കുന്നില്ല കിച്ചു, ഒരാൾക്കും കിച്ചു റിപ്ലൈ കൊടുക്കുന്നില്ല. പക്ഷേ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർക്ക് അയാളുടെ വീഡിയോസ് കണ്ടിട്ട് അപ്പം ഇത്രയധികം കമൻസ് വരുന്ന സമയത്തൊന്നും ഒരു കാരണവശാലും മറുപടി കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അയാളുടെ വീഡിയോസ് കണ്ടിട്ട് ഒരു വ്യക്തി കമൻ്റ് ഇടുന്ന സമയത്ത് അതിനുള്ള ഒരു അക്നോളജ്മെൻറ്റ്, അതിനുള്ളൊരു താങ്ക്സ് ആണ്. നിങ്ങളുടെ കമൻറ്റിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ ആ പറയുന്ന കാര്യങ്ങൾ, ഇപ്പം ഞാനൊക്കെ ഒരുപാട് വീഡിയോസിന് കയറിയിട്ട് ലവ് ഇട്ട് കൊടുക്കാറുണ്ട്. അതായത് ലവ് ചില കമൻസിന്, കാരണം എല്ലാത്തിനും നമ്മളെ വിമർശിക്കുന്നവരിടും. ചില ആൾക്കാർ ഓരോ പോലെ വിമർശിക്കുന്നവരിടും, മോശം കമൻറ്റുകളിലും ഇടും. കാരണം വെച്ചാൽ ബിക്കോസ് ഐ റെസ്പെക്റ്റ് യുവർ ടൈം.
നിങ്ങൾ എൻ്റെ ഇതിൽ വന്നിട്ടുള്ള കമൻറ്റ് ചെയ്യുന്നത് ഞാൻ റെസ്പെക്ട് ചെയ്തു. അതേപോലെ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആയിട്ടുള്ള കിച്ചുവിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള ചില കമൻറ്റുകൾക്ക് കിച്ചു ലൈക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നും കയ്യിൽ നിന്ന് എടുത്ത് പറയുന്നില്ല, സ്ക്രീനിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നോക്കൂ, കിച്ചുവിൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ്. മൗസീന TP ഇട്ട കമൻറ്റിന് പാവം തോന്നുന്നു, സ്വന്തം വീട്ടിൽ അന്യരെ പോലെ. ഇതാണ് അവരിട്ട കമൻറ്റ്. 118 പേര് ഇതിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ, കിച്ചു അതിന് ലൈക്ക് ഇട്ടിട്ടുണ്ട്. വാട്ട് ഡസ് ഇറ്റ് മീൻ? കിച്ചു എല്ലാ കമൻറ്റുകൾക്കും പോയി ലൈക്ക് ഇട്ടു. അതാണ് ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. എല്ലാ കമൻറ്റുകൾക്കും പോയി ലൈക്ക് ഇട്ടിട്ടില്ല. ഇത് നമ്മൾ ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയമായിരുന്നു. 2, ആ കുഞ്ഞിനെ അവർ നോക്കുന്നില്ല, മറ്റേ പിള്ളേരാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. നോക്കിക്കോളൂ, അതിനും കിച്ചു ലവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതിന് ഇട്ട് കൊടുത്തില്ല. ഗുഡ് മോനെ, നിനക്ക് നല്ലത് വരട്ടെ, അങ്ങനത്തെ ഒരുപാട് കമൻസ് ഉണ്ട്. അവൾ പറഞ്ഞു ഇടയ്ക്ക് കിച്ചു വരുമെന്ന് കള്ളി, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ലൈക്ക് കൊടുക്കാതെ റെസ്പോണ്ട് ചെയ്തിരിക്കുകയാണ്. അടുത്ത് കണ്ടോളൂ, സരിക സുധാകരൻ്റെ കമൻറ്റിന് ഞാനൊരു കമൻറ്റും ഇടാറില്ല. ആദ്യമായിട്ടാണ് സുധിച്ചേട്ടന് കിട്ടിയ ട്രോഫികൾ കട്ടിലിന് താഴെ വെക്കാതെ ഹാളിൽ വെച്ചുകൂടെ എന്ന് കമൻ്റ് ഇട്ടതിന് കിച്ചു മറുപടി, അതായത് മറുപടി എന്ന് പറഞ്ഞാൽ കിച്ചു അതിന് ലൈക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി, ഒന്നും എടുത്തിട്ട് എയർന്ന് എടുത്ത് അടിക്കുന്നില്ല. ഇത് പുറത്തുനിന്ന് ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇത് ആ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന കിച്ചു, അതായത് ആ കുട്ടിക്ക് ആരാണോ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് അവൻ തന്നെ ആയിരിക്കും. ആ കുട്ടിക്ക് മാത്രമേ പറ്റുള്ളൂ. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ, പ്ലീസ്. ഇനി നമുക്ക് നേരെ ഇന്നത്തെ ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് പോകാം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വീടിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമുണ്ട്. നിങ്ങളിന്ന് ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള കേരള ഹൗസിംഗ് എന്തൊരു KHDEC അല്ലേ, കേരള ഹോം ഡിസൈൻസ് എന്നുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മ സുധിക്ക് വെച്ചു കൊടുത്ത വീടിൻ്റെ അതിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ള ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ഒരാൾക്കും ഇനി ഒരു ഉപകാരം ചെയ്യരുത്. അയാൾ അത്രയും വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലുള്ള ഒരു വീഡിയോ ഉണ്ട്. വളരെ ഇമോഷണലായിട്ടാണ് പുള്ളിയെ വീഡിയോ ചെയ്ത്. പോരാത്തിന് അയാളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇനി മേലാൽ ഒരാൾക്കും ഇനി ഉപകാരം ചെയ്യില്ല. എന്തുകൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ? കാരണം ഇത്ര അധികം എന്താ പറയുക, ആത്മാർത്ഥത്തോടു കൂടി എല്ലാവരും പരിശ്രമിച്ചിട്ട് ആ കുടുംബത്തിന് നല്ലതാവട്ടെ എന്ന് വിചാരിച്ച സംഗതി ആരാണ് കൊണ്ടുപോയി തുറച്ചിട്ടുള്ളത്? ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ രേണുവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. ബട്ട് ഐ എം റിയലി സോറി, ഐ ഫീൽ അഷെയിംഡ്. കാരണം എന്നിട്ടും ഇപ്പം ചില ആൾക്കാർ പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്, ശരാ എന്നാലും അവരിങ്ങനെ ആയിരിക്കില്ലല്ലോ. പക്ഷേ എന്നെപ്പോലെ തിരിച്ച് ചിന്തിക്കേണ്ട സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ പ്ലേ ചെയ്യാം. ആദ്യം, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ നടക്കുന്ന കാര്യങ്ങൾക്ക് 2-3 മുഖങ്ങളാണ്. മുഖം എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇവരൊക്കെ മുഖങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് വരിക? സോഷ്യൽ മീഡിയയിൽ. നമ്മളാരും അവിടെ കൊണ്ടുപോയി ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ, ഞാൻ പല വീഡിയോയിലും പറഞ്ഞു, നിങ്ങൾ എന്ന് ഈ പരിപാടി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് നിർത്തുന്നോ അന്ന് നമ്മൾ വേറെ കണ്ടൻറ്റ് പിടിക്കും, വേറെ ടോപ്പിക്ക് പിടിക്കും. നമ്മൾ വേറെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വ്യൂവേഴ്സ് ഞങ്ങളെ കൂടെ വരും. സത്യമല്ലേ? രേണു സുധി മാത്രം കണ്ട് ജീവിക്കണമെന്ന് ഈ വ്യൂവേഴ്സ് ആരും, ഈ രേണു ഈ വീഡിയോ കാണുമെന്നറിയില്ല, ഈ രേണു സുധീനെ മാത്രം കണ്ട് ജീവിക്കണം എന്നുള്ളത് ഇവിടെ ഒരു വ്യൂവറും ചിന്തിക്കുന്നില്ല. മനസ്സിലായോ? പിന്നെയാണ് നമ്മൾ വരുന്നുള്ളൂ. ആദ്യം വരുന്നത് പ്രേക്ഷകരാണ്. കാണുന്ന നിങ്ങൾ വിചാരിക്കണ്ടോ? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്കിത് രേണു സുധി മാത്രമാണ്, നിങ്ങൾ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ എന്താ വെച്ചാൽ ഒരു കാലത്ത് അവർ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഇത് നേരെ തിരിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന്. കാരണം വെച്ചാൽ ഞാൻ പോലും ഇത് തിരിയുന്ന സമയത്ത് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല. അർത്ഥം എന്താ വെച്ചാൽ ആൾക്കാരിൻ്റെ കൂടെ അവർക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഞാൻ വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം. ഒരുപാട് നമ്മൾ എന്താ പറയുക, നെഗറ്റീവ്സ് പകുതി കുറച്ച് ഉണ്ടെങ്കിലും അതിലുപരി അതിലും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ആളുകളാണ് കൂടുതലുള്ളത്. ഞാൻ എന്തിനാ കാണിക്കുന്നത് അറിയോ? ബോഡി ലാംഗ്വേജ് ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ്, ബോഡി ലാംഗ്വേജ് ഡിഫറൻസ്. രേണു അഭിനയിച്ചോളൂ, ജീവിതത്തിൽ അഭിനയിക്കാതിരിക്കൂ കേട്ടോ. നിങ്ങളങ്ങനെ എവിടെയോ എനിക്കും അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഫീൽ ചെയ്യുന്നു, ഒഫൻഡഡായിട്ട് ചിന്തിക്കരുത്. ഇന്ന് നിങ്ങൾ എത്തി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനുള്ള അതിനുള്ള കാരണക്കാരി നിങ്ങൾ തന്നെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ സ്നേഹത്തിനും നന്ദി. ഇനി മുന്നോട്ടുള്ള ഞങ്ങളുടെ ലൈഫിലെ ഓരോ എന്താ പറയുക മേഖലയിലും ഞങ്ങളുടെ ഓരോ ഇപ്പോഴും ഉണ്ടോ എല്ലാവരും? കണ്ണടച്ചിരുട്ടാക്കരുത്. ഇപ്പോഴും നിങ്ങളുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോയത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങളെ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങളെല്ലാവരും PR വർക്ക് നടത്തിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ തകരണമെന്ന് വിചാരിച്ച് നടക്കുന്നതല്ല. സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് മനസ്സിലാക്കുക ദയവ് ചെയ്ത്.
പ്ലാറ്റ്ഫോമിലും നിങ്ങൾ ഈ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിക്കുന്നു. എല്ലാവരോടും ഒരുപാട് നന്ദി. വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെപ്പോലുള്ള സാധാരണ വളർന്നു വരുന്ന കലാകാരന്മാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. നല്ല മനസ്സിന്റെ ഉടമകളാണ് നിങ്ങളിൽ ഓരോരുത്തരും. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള നല്ല മനസ്സുകൊണ്ട് ഉണ്ടാകുന്ന നല്ല പിട്ടോ പക്ഷെ പതപ്പിക്കരുതല്ലേ ജഗതി പറഞ്ഞവര് കാര്യങ്ങളാണ് നമുക്ക് കമന്റായിട്ട് നല്ല മനുഷ്യർ തരുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എല്ലാവരോടും നന്ദി. ഇപ്പൊ കണ്ടത് ഒരു രേണു. ഓക്കെ, ഇനി നെക്സ്റ്റ് പേഴ്സണാലിറ്റി കാണാം. ഞാൻ അവർ ഫുൾ ടൈം കരഞ്ഞിരിക്കണം സങ്കടപ്പെട്ടിരിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നെക്സ്റ്റ് സ്റ്റേജിലുള്ള പേഴ്സണാലിറ്റി ആണ്. ഈ വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം ഇത് രേണു സുധി ഇട്ടിട്ടുള്ള സ്റ്റേറ്റസാണ്, നമ്മളായിട്ട് കൊണ്ടുവന്നിട്ടിട്ടുള്ള. പക്ഷെ ചില കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടു. രേണു സുധിയുടെ ഇൻസ്റ്റാ പേജ് എടുക്കുക. രേണു സുധി ഒഫീഷ്യലാണ്. രേണു സുധി അടിച്ചു കൊടുക്കുക. രേണു സുധിയുടെ സുധിച്ചേട്ടന്റെ കൊല്ലം സുധിച്ചേട്ടന്റെ പ്രൊഫൈലുള്ളതാണ് എന്റെ ഒറിജിനൽ ഇൻസ്റ്റാഡി. 307K സംതിങ് ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഡി തുറക്കുക. കുറച്ച് റീൽസ് എടുക്കുക. കമന്റ് വായിക്കാൻ നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങൾ 5 മിനിറ്റുള്ളിൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ തെറി പറയുന്ന കണ്ടിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്നോ? നിങ്ങൾ പച്ചയ്ക്ക് എല്ലാവരും പുച്ഛിക്കല്ലേ? നിങ്ങൾ എന്ത് വിലയാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? നിങ്ങൾ എന്ത് വിലയാണ് നിങ്ങളെ മരിച്ചു പോയിട്ടുള്ള ഹസ്ബൻഡിന് പോലും കൊടുക്കുന്നത്? നമ്മൾ പറയാൻ പിന്നെ ഈ പറഞ്ഞ ബ്ലോക്ക് എനിക്ക് വരികയാണ്. എന്നാലും പോട്ടെ, നിങ്ങൾ എന്ത് വിലയാണ് കൊടുക്കുന്നത്? നിങ്ങളെ കുടുംബത്തിന് നിങ്ങളുടെ ഫ്യൂച്ചറിനും പ്രസൻറ്റും നിങ്ങൾ എന്ത് വിലയാണ് കൊടുക്കുന്നത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഒന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വ്യക്തി വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ എല്ലാവരെയും പുച്ഛിക്കുന്നൊരു സിറ്റുവേഷൻ. ഇതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു കാര്യത്തിൽ ആരോ എഴുതിയ സാധനം എടുത്തൊരു സ്റ്റോറി ഇട്ടതാണ്. ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയ, നിങ്ങളാണ് നിങ്ങളെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. വേറെയുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കുക. സ്വയമാണെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു കാര്യത്തിൽ രേണുവിനെ സമ്മതിച്ചേ പറ്റൂ. ഇത്രയും നെഗറ്റീവ് മോശം കമൻറ്റും അതിൽ കൂടുതൽ കമൻസും വായിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ളതാണ്. ഇത്രയും ഒക്കെ വന്നിട്ടും അതിൽ ഒന്നും ഡൗൺ ആകാതെ കിട്ടുന്ന ആൽബവും ഷോർട്ട് ഫിലിമും എല്ലാം ഫോട്ടോഷൂട്ട്സ് ഒക്കെ ആയി പുള്ളിക്കാരി ഹാപ്പിയായി പോകുന്നു. അത് കണ്ട് ചൊറിയാൻ കുറേ പേരും. രേണു സുധിക്ക് നെഗറ്റീവ് കണ്ടൻറ്റ് ഇഷ്ടമാണ്. ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് വെച്ച് റീച്ച് ഉണ്ടാക്കുന്ന ആൾക്കാർ. പിന്നെ ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവരോട് കൊല്ലം സുധിയുടെ ഭാര്യ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ. കുറേ നാളായില്ലേ അവരെ പച്ചയ്ക്ക് കൊത്തി വലിക്കുന്നു. ഇനിയെങ്കിലും മാറ്റി പിടിക്കുക. അവർക്ക് ഇതിൽ നിന്നൊക്കെ വലിയ വരുമാനം ഒന്നുമില്ല കിട്ടുന്നത് കൊണ്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഇതിന് മാത്രം നെഗറ്റീവ് ഇടാൻ എന്താണുള്ളത്? അവരുടെ ലോകത്തിൽ അവർ ഹാപ്പിയാണ്. ഇത്രയും മാത്രം നെഗറ്റീവ് വന്നിട്ട് അവർ പിടിച്ചു നിൽക്കുന്നില്ലേ? ഈ ഒരു റീല് അവർ ഷെയർ ചെയ്തിട്ട് സ്റ്റോറി ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ റൈറ്റിംഗ് അവർ ഇട്ടില്ലെങ്കിൽ ഇതൊക്കെ എന്താ വെച്ചാൽ പ്രൊവോക്ക് ചെയ്യിക്കുകയാണ് ആൾക്കാരെ കൊണ്ട്. മനസ്സിലായോ? ബിക്കോസ് അവർക്ക് വേണ്ടത് അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അവർക്ക് എങ്ങനെ നേടുക എന്നുള്ളതും അറിയാം. നെഗറ്റീവ് പബ്ലിസിറ്റി, നെഗറ്റീവ് റീച്ച്. ഇനി ഇതിട്ട് അതേ വ്യക്തിയുടെ അടുത്ത റീല് കാണിച്ചു തരണം ഞാൻ. എന്താ അറിയോ? ഓരോ നിമിഷവും എന്താ പറയുക, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്നൊക്കെ പറയില്ലേ? ഓരോ സമയത്തും അധർമ്മം വരുമ്പോൾ ധർമ്മത്തിന് അങ്ങനെയൊക്കെ ഒരു സംഗതി ഉണ്ടല്ലോ. അറിയട്ടല്ല, നമ്മളിവിടെ പ്രസക്തല്ല, എൻ്റെ വായന കൊണ്ടുപോയതാണ്. ഓരോ സമയത്തും ഇത് താഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി പൊന്തി വരും. മനസ്സിലായോ? എന്താണ് ആ സാധനം എന്ന് കേൾക്കണോ? കൊല്ലം സുധി അതാണ് ആ ചേരുവ. ഭക്ഷണം ടേസ്റ്റ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇടുന്നു കൊല്ലം സുധി, അടിപൊളി, പൊന്തി, കണ്ടോളൂ. എന്താ പൂമ്പാറ്റ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കണ? എന്താ വിഷമിച്ചിരിക്കണ? എന്താ പറ്റിയേ? ചേച്ചിയും പൂമ്പാറ്റയും കൂടി കൂൾ ബാറിൽ വന്ന് ജ്യൂസ് കുടിക്കാനിരിക്കുമ്പോൾ പൂമ്പാറ്റ വിഷമിച്ചിരിക്കുമ്പോൾ പൂമ്പാറ്റയോട് ചേച്ചി ചോദിക്കുന്നു, എന്താ പൂമ്പാറ്റയെ നീ വിഷമിച്ചിരിക്കണേ? അപ്പോൾ പൂമ്പാറ്റയ്ക്കുള്ള പേഴ്സണൽ വിഷമം ഇതൊന്നും എന്തിനാ പൂമ്പാറ്റ നാട്ടുകാരുടെ മുന്നിൽ കാണിച്ചിട്ട് വീണ്ടും മുതൽ? അതാണ് ഞാൻ പറഞ്ഞതേ. കേട്ടോളൂ, ബാക്കി കേട്ടതിന് ശേഷം തീരുമാനിക്കാം. പറഞ്ഞതിന് ഇഷ്ടമാണോ? ഇപ്പം നമ്മൾ റോസച്ചേട്ടനെ കണ്ടു. ചേട്ടൻ എനിക്ക് ഇച്ചിരി ചേച്ചിയല്ലേ ചോദിച്ചു ആണെന്ന് പറഞ്ഞു. പുതുച്ചേട്ടൻ്റെ അവസാനം എനിക്ക് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ ആ ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനെ അവസാനമായിട്ട് കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പെട്ടെന്ന് പഴയ കാര്യം ഓർമ്മ വന്നു. നമ്മൾ കണ്ടിട്ടില്ല അവസാനമായിട്ട്. ഞാൻ ചോദിച്ചു ചേട്ടൻ കരയുന്നുണ്ടായിരുന്നോ, ചേട്ടൻ മുഖത്തുള്ള ഉണ്ടായിരുന്നു, എനിക്ക് അറിയില്ലല്ലോ. അതൊക്കെ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ മൂളുന്നുണ്ടായിരുന്നു, ഓർമ്മയൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. വിഷമിക്കല്ലേ പൂമ്പാറ്റ? എന്തിനാ വിഷമിക്കണ? ഓർമ്മയൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. വിഷമിക്കല്ലേ പൂമ്പാറ്റ? എന്തിനാ വിഷമിക്കണ? ഇനി വിഷമിച്ച് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മരിച്ചവര് ഓർത്തൊരു ടെൻഷൻ അടിക്കരുത് കേട്ടോ മോളെ. പൂമ്പാറ്റ ഇനി നല്ല ഇഷ്ടപ്പെടുത്താൻ മാത്രമേ ആളുള്ളൂ. ഇഷ്ടപ്പെടുത്താൻ മാത്രമേ. ദയവ് ചെയ്ത് പൂമ്പാറ്റയോടൊരു കാര്യം പറയട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ
ഇതിപ്പോൾ എന്താ സംഗതി അറിയോ? ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടു, ഓട്ടോറിക്ഷ കയറിയപ്പോൾ അയാൾ ചോദിച്ചു രേണു സുധി അല്ലേ എന്ന് ചോദിച്ചു. അതെ, പുള്ളി സുധി അവസാനമായിട്ട് കയറിയ ഓട്ടോറിക്ഷയിലാണ്, അപ്പോൾ ശബ്ദം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടൊരു മനുഷ്യന് വിഷമം തോന്നും നടന്നിരുന്നെങ്കിൽ. പക്ഷേ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടുവോ, വിളമ്പുവോ? ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ, ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റാണ്, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഈ വക കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഈ വക കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടേണ്ട വല്ല കാര്യമുണ്ടോ? സീരിയസ് ആയിട്ട് എൻ്റെ ഒരു സംശയം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നുണ്ടോ? കൂൾ ബാറിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തോന്നുക, സങ്കടം വരിക, അതിലിടയ്ക്ക് ക്യാമറയും കൊണ്ടുവരുന്നു, ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്, മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. നമ്മളെ വീട് റിലേറ്റഡ് ഇഷ്യൂ ആട്ടോ. അതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ. ഇന്ന് രേണുവിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കണ്ടു. അതായത് രേണു ഇങ്ങനെ ഫോട്ടോ ട്രോഫീൻ്റെ കാര്യങ്ങളൊക്കെ അത് വരുന്ന സമയത്ത് പറയാമെന്ന് വിചാരിച്ചായിരുന്നു, പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞു ഇതാ. നോക്കൂ, എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ വീട് വെച്ചത്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയട്ടെ. ഞാൻ എപ്പോഴും എൻ്റെ ഇങ്ങനെ കാര്യങ്ങൾ കണക്ട് ചെയ്യാറുണ്ട്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമുണ്ട്. നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഞാൻ അതിന് ശേഷം ഒരു വീട് വെച്ചിട്ട് ഞാനും എൻ്റെ അമ്മയും അനിയത്തിയും ആ വീട്ടിലേക്ക് ഞങ്ങൾ താമസം മാറുമ്പോൾ ഞങ്ങളുടെ കൂടെ, എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ കൂടെ, എൻ്റെ അനിയത്തിയുടെ കൂടെ ഉണ്ടായിരുന്നത് എന്താ അറിയോ? അച്ഛൻ്റെ ഫോട്ടോ ആണ്. അതായത് ഞങ്ങൾ 4 പേര് ജീവിച്ചിരുന്ന സ്ഥലത്ത് അച്ഛൻ മരിച്ചതിന് ശേഷം 3 പേരും കൂടി ഒരു വീട്ടിലേക്ക് താമസം മാറുന്ന സമയത്ത് ഫോട്ടോൻ്റെ രൂപത്തിൽ, നമ്മൾ ഓരോ വിശ്വാസമാണ് കേട്ടോ. ഞാനങ്ങനെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ കൂടെ കൊണ്ടുപോയത് അച്ഛനെയാണ്, അച്ഛൻ്റെ ഫോട്ടോ അല്ല. ഞങ്ങൾ 4 പേരും കൂടി ഞങ്ങൾ ആ വീട്ടിൽ കയറിയത്. എന്നിട്ട് എൻ്റെ അച്ഛന് നല്ലൊരു സ്ഥാനം അവിടെ കൊടുത്തു ആ വീട്ടിൽ. ഇതൊക്കെ എൻ്റെ വിശ്വാസം. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടായിരിക്കാം. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും. അവിടെ അച്ഛനെ വെച്ചു. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തി, നമ്മുടെ അച്ഛൻ, എൻ്റെ അച്ഛൻ, ഞങ്ങളുടെ അച്ഛനെ ഞങ്ങളുടെ വീട്ടിനുള്ളിൽ വെക്കേണ്ടത് അതേ സ്ഥാനത്ത് ആ വ്യക്തിയുടെ പേരിൽ ആ വ്യക്തിയുടെ മക്കൾക്ക് കിട്ടിയ വീട്ടിൽ ആ മനുഷ്യൻ്റെ ഫോട്ടോയും അയാൾക്ക് കിട്ടിയിട്ടുള്ള ട്രോഫിയും കാര്യങ്ങളൊക്കെ ചാക്കിൻ്റെ അടിയിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞാൽ അതിനൊരു ന്യായീകരണമില്ല. രേണു സുധി, നിങ്ങൾക്കൊരു ന്യായീകരണത്തില്ല. നിങ്ങളൊന്നും കാണുന്നില്ല എന്നല്ല പറഞ്ഞു, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കുന്നില്ല എന്ന്. പക്ഷേ അതിലൊരു ന്യായീകരണമില്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവർ തന്നെ, നമുക്ക് എല്ലാവരും പറയുന്നില്ല എന്താ പറയുക, ദാനം തന്ന വീടല്ലേ, നീ എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട്. ശരി, ദാനം തന്നത് അത് വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഞങ്ങൾക്കല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി. മഴ പെയ്യുമ്പം ചോരുന്നുണ്ട്, അത് കുഴപ്പമില്ല, നമുക്കത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ബെഡ്റൂമില് ഞാൻ കിടക്കുന്ന വീട്ടില് ഋതപ്പം കിടക്കുന്നിടത്ത് ചോരുന്നുണ്ട്. ഇത് ഭയങ്കര വിഷയമായി. കാരണം എന്താ വെച്ചാൽ നോക്കൂ, ഇതിൻ്റെ എനിക്ക് ഈ പക്വത ഇല്ലാത്ത കുഴപ്പമാണോ? ഞാൻ പണ്ട് അങ്ങനെ ചിന്തിച്ചിരുന്നു. ഇത് ഏതൊരു മനുഷ്യനും സ്വാഭാവികമായിട്ട് ചിന്തിച്ച കാര്യമല്ല. ദാനം കിട്ടിയ പശുവിൻ്റെ ഇങ്ങനെയൊക്കെ പറയുന്നതിന് തന്നെ വിഷമം തോന്നിപ്പോവാണ്. ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് എണ്ണി നോക്കരുത് എന്ന് പറയും അല്ലേ? വളരെ ബേസിക്കായിട്ടൊരു മനുഷ്യന് അറിയുന്ന കാര്യമാണ്. നമ്മളത് 2 കൈ നീട്ടി സ്വീകരിക്കുക, പ്രാർത്ഥിക്കുക, അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ എന്നും അവരുടെ ആ തന്ന ആൾക്കാരോട് ഒരു തുള്ളി വില ഉണ്ടെങ്കിൽ എത്ര ആൾക്കാരാന്ന് നമ്മൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ? എത്ര ആൾക്കാരാണ് അന്ന് പ്രാർത്ഥിച്ച് അത്രയും മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി ആ കുട്ടിയെ കൊടുത്ത സാധനം. ആ കുട്ടികളെ രണ്ടാമത്തെ കുട്ടി രേണുവിൻ്റെ കുട്ടി അവിടെ ഉണ്ട്. മൂത്ത മകന് അവനോടൊന്നുമില്ല. ഒരു അത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന ചേട്ടൻ, നമ്മുടെ ഡയലോഗ് കയറി ചെല്ലുന്ന സമയത്ത് മറ്റേ ചങ്ങാതിനെ ഞെളിഞ്ഞു കിടത്ത റൂമിൻ്റെ ഉള്ളിൽ അവരേതായാലും അവിടെ എല്ലാവരും കൂടി അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ അതൊക്കെ കുറ്റം പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചോദിച്ചു, ഇതിന് പോലെയുള്ള മൂളല്ല, വളരെ അടിസ്ഥാനപരമായ ബേസിക്കായിട്ട് ഇത് ചിന്തിക്കാനുള്ള മൂളല്ല എന്നുള്ളത് നമ്മളൊക്കെ വിശ്വസിക്കും വേണം അല്ലേ? ഞാൻ ആദ്യം ഇങ്ങനെയൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറയും, ഇതിൽ നിന്നും ഒരു കോൺട്രവേഴ്സി ഉണ്ട്. അല്ലെങ്കിൽ പറഞ്ഞാൽ പോരെ ക്യാമറ, എനിക്കൊന്നും പറയാനില്ല. അതിനുള്ള പക്വത വേണ്ടേ? സോഷ്യൽ മീഡിയയിൽ പോകുന്ന സമയത്ത് അതിനുള്ള ഇത് വേണ്ടേ? ഇല്ലാത്ത കുഴപ്പമൊന്നുമില്ല. നമ്മൾ കണ്ടതാണ്, ഒരുപാട് പേര് നമ്മളെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ്. ഇവരൊക്കെ കോൺട്രവേഴ്സിൻ്റെ മേലെ ജീവിക്കുന്നവർ. ദേ ആർ ഓൾ ബിൽറ്റ് ഓൺ കോൺട്രവേഴ്സീസ്. അവർക്ക് ഫുൾ ടൈം കോൺട്രവേഴ്സി വേണം, നിറഞ്ഞു നിൽക്കാൻ. നമ്മൾ ഇതിന് മുന്നേയും പല ആൾക്കാർ കേട്ടിട്ടുണ്ട്, ഞാൻ ആൾക്കാരുടെ അടുത്ത് പേര് പറയുന്നില്ല. അവർക്ക് എന്താ വെച്ചാൽ കോൺട്രവേഴ്സി അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളെ മനസ്സിലായി? ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ അല്ലേ? ഈ കോൺട്രവേഴ്സി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക, ആൾക്കാർ ചർച്ച ചെയ്യണം. ഒരാൾ പറഞ്ഞൊരു കേസ്, ഇന്നും രാവിലെ ഞാൻ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ നോക്കും, ഇന്നല്ല എത്ര പേര് എന്നെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് നോക്കുക. ഇന്ന് 10 ആൾ എന്നെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി അല്ലേ? കാട്ടാത്തെറി നായാട്ടാണ് നടക്കുന്നത് എന്നുള്ള ഒരു വിഷയമല്ല. സംസാരിച്ച് കിട്ടിയാൽ മതി. കാരണം സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് വേണം.
നോട്ട് റൈറ്റ്. എന്തായാലും ഇനി ഈ ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള കേരള ഹോം ഡിസൈൻസിൻ്റെ പുള്ളിയെ വീട് കൊടുത്തിട്ട് അയാൾ വളരെ ഇമോഷണലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ദയവ് ഇത് 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളതുകൊണ്ട് വീഡിയോ ജസ്റ്റ് ഒരു കാര്യത്തിൻ്റെ ഇടയിൽ കൂടി പറയട്ടെ. പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ബുദ്ധിമുട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമസ്കാരം. ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുധി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 200 എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത നമുക്കൊരു വീടാകുമ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ചോർന്നു തന്നെ വെക്കട്ടെ, എന്തും ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഞാൻ പറയാം ഇനിയിപ്പോൾ ഏറ്റവും മോശം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണെങ്കിൽ പറയാൻ പാടില്ല. വെരി ബേസിക്, ഏറ്റവും വളരെ മിനിമം വേണ്ട മര്യാദയാണ്. പറയാൻ പാടില്ല, തെറ്റാണത്. ചിന്തിക്കാൻ പാടില്ല മനസ്സിൽ. പിന്നല്ലേ പറയൽ, മനസ്സ് ചിന്തിക്കാൻ പാടില്ല. സന്തോഷത്തോടു കൂടി അവിടെ കഴിയുക, അതിനെ നല്ല രീതിയിൽ നോക്കി നടത്തുക, അതാണ് വേണ്ടത്. വീടാണത്. സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത്. ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട്. ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലൂവേഴ്സിൻ്റെ അവിടെ കുറച്ച് ഞാനൊന്ന് ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ്. കേട്ടോ ആരെങ്കിലും ഉണ്ടാക്കി തന്നെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു മിനിറ്റ് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളതിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും, ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല, അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടാന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ അവർ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. ഒരു ലേശം ഉളുപ്പല്ല കേട്ടോ, ഒരു ലേശം മര്യാദ ഉണ്ടോ, ദൈവഭയം ഉണ്ടോ, ഒരു ലേശം ഇങ്ങനെയൊക്കെ മനുഷ്യർ പറയാൻ പറ്റുമോ? പറ്റുമായിരിക്കൂലേ? പറ്റുമല്ലോ, പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉള്ളത്. ആരെ കൊണ്ട് ചെയ്യിച്ചോളൂ, ഞങ്ങൾ ഇനി ഫണ്ടില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്നതെന്ന് മാസംഘടന 1 ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഹൗസ് വാമിങ്ങിൻ്റെ പരിപാടിയൊക്കെ അവിടെ നടത്തിയത്. നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അത് നിന്നിട്ടുണ്ട് വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല. ഭക്ഷണം തികയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവേണ്ട നമ്മൾ ഒരാൾ പോലെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടില്ല. പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേനും അവിടെ നിന്ന് പോരുകയും ചെയ്തു. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോവുക അവരെ ബന്ധപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ പിന്നെ ഈ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഇവർ അന്ന് ആ വീടിൻ്റെ കാര്യം ചെയ്തില്ലേ? ഇതൊക്കെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഇയാളുടെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കുക. ഇയാളിപ്പോൾ മനസ്സിൽ അത്രയധികം സന്തോഷിച്ചിട്ടോ കാര്യങ്ങൾ, കാരണം വെച്ചാൽ നന്മ ചെയ്യുന്നൊരു വ്യക്തികളുണ്ടല്ലോ, ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും വന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഈ ആൾക്കാരുടെയൊക്കെ മെൻറ്റാലിറ്റി. ആ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതുണ്ടല്ലോ, വെരി ബാഡ്. ലൂവേഴ്സിനുള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം, വെള്ളം ചെയ്തിടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, 4000 രൂപ എടുത്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ ഇടിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കാൻ അവർക്ക്. മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു, അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം. നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് നമ്മളൊരു നല്ലൊരു വീട് തന്നെ അതിൻ്റെ മെയിൻ്റെനൻസ് ഞങ്ങൾ കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുത്തെ ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെനൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു വീഡിയോ അവർ ഇടുമെന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കുമെന്നൊന്നും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും ഇതിനോടുകൂടെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി. എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, നമ്മളതിന് റിക്വസ്റ്റ് അല്ല, പക്ഷെ എന്നാലും അത് ചെയ്യരുത് കേട്ടോ. ഒരു രേണു സുധി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരിപാടികൾ കാണിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യരുത്. കാരണം ഒരുപാട് അർഹതപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കാം, ബുദ്ധിമുട്ടും കഷ്ടതയും അനുഭവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഈ ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങളത് ചെയ്യരുത് കേട്ടോ, ദയവ് ചെയ്ത്. മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് വഴി എന്തെങ്കിലും പല കാര്യങ്ങൾക്കും, അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാനെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ്. ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് മതിയായി
എന്ന് വെച്ചാൽ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയൊരു വീടാണിത്. ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ. അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ വീട്ടുകാരും ഇല്ല. അവിടെ ഉള്ള എല്ലാം രേണുവിൻ്റെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നതൊക്കെ. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇന്നലെയും സുധിയുടെ മൂത്തമ്മനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. അല്ല, ഇടപെടേണ്ട കാര്യമില്ല, ആരും ഇടപെടേണ്ട, അവരുടെ പേഴ്സണൽ കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും ഇതിനൊരു മര്യാദ ഉണ്ട്. ഈ മര്യാദയാണ് പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ അപ്പോൾ പറയണ സമയത്ത്. പക്ഷെ ഇപ്പോൾ സമാധാനം ഉണ്ട്. ഇപ്പോൾ മറ്റേ കമൻ്റ് ഇല്ലേ, ഇത് ജീവിക്കാൻ സമ്മതിച്ചൂടെ, ചിലവിന് കൊടുക്കോ, എനിക്ക് തോന്നുന്നു ആൾക്കാർ മാറി തുടങ്ങിയിട്ടോ. കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു. അവനവൻ്റെതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ്. അവിടെ ആര് നിൽക്കണം എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. പക്ഷേ സുധിയുടെ അമ്മയും സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അതിനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും, അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും. അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത്. അത് ഞാൻ അതിനകത്ത് കൂടുതലായിരുന്നില്ല. എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സിനോടാണ് പറയാനുള്ളത്, ദയവേത് എനിക്ക് വീടുണ്ടാക്കാൻ സഹായത്തിന് അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിന് ആരും മെസ്സേജ് അയക്കരുത്. ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. പിന്നെ അവിടെ ചോർച്ചയൊന്നുമില്ല. ലോവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ശീതലടിക്കുന്നുണ്ട്. അത് അവർക്കൊരു ഇത് ഇവരുടെ ക്രെഡിബിലിറ്റിനെ ബാധിച്ചു. അതാണ് ഏറ്റവും ഇതേ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടാക്കുക, അതായത് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള പേരായില്ലേ. അതുകൊണ്ട് അടുത്ത് എന്താ സംഭവിച്ചറിയോ, ഇവർ ചെയ്യുന്നത് ഇവർ വെറുതെ ഒരു പ്രഹസനത്തിന് വേണ്ടി ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു പേര് ഇവർക്ക് വന്നു. അത് ഇയാളെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഇവിടെ പ്രശ്നം. ഒരാളെ വിഷമിക്കുന്ന ഒരു അവസ്ഥ വിഷമിക്കൽ മാത്രമല്ല, കാരണം അങ്ങനെ ഒരു പേര് ഒരു സൽക്കർമ്മം ചെയ്തിട്ടൊരു മനുഷ്യന് ഇതുപോലുള്ള തിരിച്ച് പേര് വരുന്ന സിറ്റുവേഷനിൽ എന്താ ഇതിനൊക്കെ മറുപടി പറയാം? 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോളികാർബണേറ്റ് ഷീറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ. അവർ എന്തായാലും ഞങ്ങൾക്ക് ഇനി അതിൻ്റെ മെയിൻ്റെനൻസ് മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മറുപടിയായിട്ട് അവർ വീഡിയോ വിളിച്ചാലും എന്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്കിതിനൊന്നും താല്പര്യമില്ല. ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നത് ഭയങ്കര വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൈയും കാര്യം പിടിച്ച് പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഈവൻ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് സുധിയുടെ വീട് സ്ഥലം പ്ലോട്ട് നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡൻറ്റ് കൂത്താട്ടുളത്ത് വെച്ച് സംഭവിച്ചത്. ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചിട്ട് എൻ്റെ പഴയ താറ്. അങ്ങനെയൊക്കെ ഒരുപാട് പെയിനുകളുണ്ട് ഇതിൻ്റെ പുറകിൽ. അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിവേ നമ്മൾ ഇനി ഒരു റിസ്കിനുമില്ല, ഒന്നിനുമില്ല. നമ്മുടെ താജ് എന്ന് പറഞ്ഞൊരു ആളുണ്ട്, പത്തനംതിട്ടക്കാരാണ്, മാസംഘടനയുള്ള ആൾ. പുള്ളിയുടെ കെയർ ഓഫിൽ നമ്മളൊരു മിമിക്രിക്കാരന് വീട് വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ അതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. ഇനി വക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ആരും മെസ്സേജ് അയക്കരുത്. ഓക്കെ. രേണു സുധി, നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് ഇതിന് പറയാനുള്ളത്? നിങ്ങൾ എന്താ ചെയ്തതെന്നറിയോ? നിങ്ങൾ ഈ പരിപാടികൾ കാരണം കൊണ്ട് എത്രത്തോളം ഇത് ഇനിയിപ്പോൾ രേണു സുധിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയും. എക്സ് സപ്പോർട്ടേഴ്സ് അല്ല കേട്ടോ. ഇപ്പോഴും ഇപ്പം ഒരുപാട് പേര് കമൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റോറിയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടല്ലോ. ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ദയവ് ഇത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയും. വീഡിയോ ഒരുപാട് ലെങ്തി ആയി, ക്ഷമിക്കണം. കാരണം ചില കാര്യങ്ങൾ പറയാതെ വയ്യ. ഞാൻ 2 വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇറ്റ്സ് ബെറ്റർ ലൈക്ക് ഒരു സിംഗിൾ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ. നമുക്കിപ്പോൾ ഈ രേണു സുധി ശരിയാണ്, വീഡിയോസിന് വ്യൂസ് ഉണ്ട് കേട്ടോ, അതിന് തന്നെയാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ എപ്പോഴാണ് ഈ വ്യൂസ് വരുന്നത്? ആൾക്കാർക്ക് ഇത് കേൾക്കാൻ ഒരു കാലത്ത് അതിന് ആൾക്കാർ അത്ര ഇഷ്ടപ്പെട്ടിരുന്നു. ഒരുപാട് പേര് ആ ആൾക്കാരൊക്കെ തിരിഞ്ഞു. ഈ ഇഷ്ടം എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് രേണുസുധി മനസ്സിലാക്കണം. നിങ്ങളുടെ അതുകൊണ്ടല്ല. മരിച്ചുപോയൊരു വ്യക്തി പ്ലസ് അയാൾ ഇവിടുന്ന് പോയ സമയത്ത് ഇട്ടിട്ട് പോയിട്ടുള്ള അയാളുടെ കുടുംബം, അത് എക്സ് ഓർ വൈ ഇന്ന ആൾ എന്നുള്ളതല്ല. ആ മരിച്ചുപോയ വ്യക്തി അയാളുടെ ആ ഒരു അകാലത്തിലെ പെട്ടെന്നുള്ള ആ ഒരു സഡൻ വിയോഗം കാരണം അനാഥമാക്കപ്പെട്ടിട്ടുള്ള 3 ജന്മങ്ങൾ, അവരെ സൊസൈറ്റി താങ്ങിയതാണത്. അതിനെ വേറെ രീതിയിൽ കണ്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ടെങ്കിൽ റിയലി ബാഡ്. ഒഫൻഡഡ് ആയിട്ട് തോന്നിയെങ്കിൽ ക്ഷമിക്കണം എന്ന് ഞാൻ പറയില്ല. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണിക്കുന്ന സംഗതികൾ കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇവിടെ വേറൊന്ന് പറയുക, അപ്പുറത്ത് വേറൊന്ന് പറയുക, വേറെ സ്ഥലത്ത് പോയി വേറൊന്ന് പറയുക, പല ന്യായീകരണങ്ങൾ ഇതാക്കുക, പല ആറ്റിറ്റ്യൂഡുകൾ ഇടുക, ഓവർ വിനയം കാണിക്കുക, പുച്ഛിക്കുക. ഇതെല്ലാം കാണുന്നത് പണ്ട് മുതലേ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇവർക്ക് പൊട്ടന്മാരല്ല, മനസ്സിലായോ? പിന്നെ
ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ ഇപ്പം ഞാനാണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് രേണുസുതി സംസാരിക്കുന്ന സമയത്ത് നിങ്ങളിടുന്ന ആറ്റിറ്റ്യൂഡ്സും നിങ്ങൾ പറയുന്ന വാക്കുകളും നിങ്ങളുടെ എക്സ്പ്രഷൻസൊന്നും ആ ക്യാമറാമാനല്ല കാണുന്നത്. ആ ക്യാമറയിലൂടെ നിങ്ങളെ സ്നേഹിക്കുന്നവരും സ്നേഹിച്ചിരുന്നവരും പല ആൾക്കാരും സുധിയെ അറിയുന്നവരും ആ മക്കളെ വളരെ സീരിയസ് ആയിട്ട് ആ കിച്ചുവിനെ ആ കുട്ടീനെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരെ അവരാണ് കാണുന്നത്. അപ്പോൾ അവരോടാണ് നിങ്ങൾ കൊഞ്ഞനം കുത്തുന്നത്, അവരോടാണ് നിങ്ങൾ ഈ പുച്ഛിക്കുന്നത്, അവരെ മുന്നിലാണ് നിങ്ങൾ അഭിനയിക്കുന്നത്. പറയാതെ വയ്യ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യൂ. വീഡിയോ പറ്റുമെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.